ഹായ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു, സാറേ ന്യൂ SCERT ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത്. ഇന്ന് നമ്മൾ ന്യൂ SCERT സീരീസിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലേക്ക് ഇന്ന് കിടക്കുകയാണ്. പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗത്ത് നിന്നും നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കാൻ തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരും ക്ലാസ്സുകളും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അധികമൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠഭാഗത്തിന്റെ പേര് പീലിയുടെ ഗ്രാമം. സാമൂഹ്യശാസ്ത്രം 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് പീലിയുടെ ഗ്രാമം. ആദ്യത്തെ പോയിന്റ് നോക്കാം. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത്. എവിടെ നിന്നൊക്കെയാണ്? അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത്. അസം. ഓക്കെ, ടി ആകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അസമാണ്. ടി ആകൃതി. ഈ ടി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്യുക. എന്താണ്? തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതും അസമാണ്. തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് അസം. തേയിലയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഏതാണ്? തേയിലയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ചൈനയാണ് കേട്ടോ. തേയിലയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാലും ചൈനയാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ അടുത്തൊരു കറണ്ട് അഫെയർ ചോദ്യം ഉണ്ടായിരുന്നല്ലോ, സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം അല്ലെ, സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും അസമാണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ടി ആകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. മറക്കരുത്, ടി ആകൃതിയിൽ ചോദ്യം വരാറുണ്ട്. ടി ആകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് അസമാണ്. തേയിലയുടെ ജന്മദേശം മറക്കരുത്, അത് ചൈനയാണ്. ഇന്ത്യയിൽ തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അസമാണ്. അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ചത്? അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതി ആരുടെ പദ്ധതിയാണ്? സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് കേട്ടോ. 2 പദ്ധതികളുണ്ട്, അതുകൊണ്ട് കൺഫ്യൂഷൻ വരരുത്. സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി. ഓക്കെ, ചങ്ങാതി. അപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് ചങ്ങാതിയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ അവരുമായിട്ടൊരു സൗഹൃദം എന്നത് ആലോചിച്ച് വെച്ചാൽ എന്താണ്? ചങ്ങാതി എന്നതിനെ നമുക്ക് കണക്ട് ചെയ്യുക. അവരെയും നമ്മുടെ കൂടെ നിർത്തണം, ഒരു കൂട്ടുകാരനായി, ഒരു സുഹൃത്തായി കൂടെ നിർത്തണം എന്നത് ആലോചിച്ചാൽ, കാരണം അവർക്ക് നമ്മുടെ ഭാഷയും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ചങ്ങാതി അത് വെച്ച് കണക്ട് ചെയ്തൂടെ? അപ്പൊ സാക്ഷരതാ മിഷന്റെ, ഓക്കെ, അവരെ സാക്ഷരരാക്കണം. അപ്പൊ സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ഏത്? ചങ്ങാതി. ഓക്കെ, ചങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. ഓക്കെ, ഹമാരിയുമുണ്ട്, മലയാളമുണ്ട്. അപ്പൊ ഹമാരി മലയാളം ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായിട്ട് ഇറക്കിയ പുസ്തകത്തിന്റെ പേരാണ് ഹമാരി മലയാളം. ഏത് പദ്ധതിക്കാണ്? ചങ്ങാതി പദ്ധതിക്ക്. അത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം വരും. ഹമാരി മലയാളം എന്ന പുസ്തകം ഏത് പദ്ധതിക്കായിട്ടാണ് രൂപം നൽകിയത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ചങ്ങാതി പദ്ധതിക്കായിട്ടാണ്. ചങ്ങാതി പദ്ധതി ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി. അപ്പൊ ചങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. അതുവരെ ക്ലിയർ അല്ലേ? ഹമാരി മലയാളം. അടുത്ത പോയിന്റ്, അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരനാക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ, ഓക്കെ, സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാളം മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. മാറിപ്പോയരുതേ, അനന്യ മലയാളം. നേരത്തെ നമ്മൾ പഠിച്ചത് ചങ്ങാതിയാണ്. ചങ്ങാതി സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി. സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി. ഇവിടെ മലയാളം മിഷൻ നടപ്പിലാക്കുന്ന അനന്യ മലയാളം ആരുടെ കീഴിലാണ്? സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാളം മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. അപ്പൊ അനന്യ മലയാളം, ചങ്ങാതി, 2 പദ്ധതികൾ നമ്മൾ പഠിച്ചു. ഈ ചങ്ങാതി പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഹമാരി മലയാളം. മാറിപ്പോയരുതേ, ഹമാരി മലയാളം. എന്താണ് പുസ്തകത്തിന്റെ പേര്? ഹമാരി മലയാളം. ക്ലിയർ അല്ലേ? ഹമാരി മലയാളം. അടുത്ത പോയിന്റ് നോക്കാം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് അസം. നമ്മൾ നേരത്തെ പഠിച്ച ടി ആകൃതിയിൽ കാണപ്പെടുന്ന സംസ്ഥാനമാണ് അസം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും
ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം അസമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടുതൽ. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ബീഹാർ ആണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് ബീഹാർ. ജനസാന്ദ്രതയിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളും 3ാം സ്ഥാനം നമ്മുടെ കേരളമാണ്. അപ്പൊ ജനസാന്ദ്രതയിൽ 3ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതെന്ന് ചോദ്യം വന്നാൽ തെറ്റിക്കരുത്, നമ്മുടെ കേരളമാണ്. കേരളമായതുകൊണ്ട് തന്നെ നമുക്ക് ചോദ്യം വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ ജനസാന്ദ്രതയിൽ 3ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അത് ജാർഖണ്ഡ് ആണ് കേട്ടോ. ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ്. അപ്പൊ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം അസമാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ബീഹാർ ആണ്. ജനസാന്ദ്രതയിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ കേരളവുമാണ്. ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ്. ഇത്ര ക്ലിയർ അല്ലേ? ഇനി കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെ പറ്റി നോക്കാം. കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ ചതയം നാൾ വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവമായ. അപ്പൊ ഔദ്യോഗിക ഉത്സവം ഏതാന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയുന്നതാണ്, അത് ഓണമാണ്. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ ചതയം നാൾ വരെ, ഏതുവരെയാണ്? ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ ചതയം നാൾ വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഓണം. കേരളത്തിന്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി, ചോദ്യം വന്നിട്ടുണ്ടാവും, പട്ടം താണുപിള്ളയാണ്. ഓക്കെ, പട്ടം താണുപിള്ള 1961 പ്രഖ്യാപിച്ചത്. അപ്പൊ കേരളത്തിന്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ആര് എന്ന് ചോദ്യം വന്നാൽ അത് പട്ടം താണുപിള്ള. ആരാണ്? പട്ടം താണുപിള്ളയാണ് കേരളത്തിന്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. എപ്പോഴാണ്? 1961 പട്ടം താണുപിള്ളയാണ്. 1961 വർഷം മറക്കരുത്. പട്ടം താണുപിള്ളയാണ് പ്രഖ്യാപിച്ചത് 1961. ഓക്കെ, ഓണത്തിന്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടു വാണിടും കാലം എന്ന ഓണപ്പാട്ട് ജനകീയമാക്കിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. സഹോദരൻ അയ്യപ്പൻ, ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓണത്തിന്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടു വാണിടും കാലം എന്ന ഓണപ്പാട്ട് ജനകീയമാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ്. മിശ്രഭോജനം നടത്തിയത് ആരെന്ന് ചോദ്യം വരും. മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദര സംഘം സ്ഥാപിച്ചത് ആരെന്ന് ചോദ്യം വന്നാലും സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ. പന്തി ഭോജനം നടത്തിയത് ആരെന്ന് ചോദ്യം വന്നാൽ അത് തൈക്കാടയ്യാണ്. പന്തി ഭോജനം തൈക്കാടയ്യ. സമപന്തി ഭോജനം നടത്തിയത് ആരെന്ന് ചോദ്യം വന്നാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ, പന്തി ഭോജനം തൈക്കാടയ്യ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനും പ്രീതി ഭോജനം വാഗ്ബടാനന്ദനുമാണ്. ക്ലിയർ ആയോ? അപ്പൊ മിശ്രഭോജനം നടത്തിയത് ആര് എന്ന് ചോദ്യം വരും. അതും ന്യൂഎസ്സിആർട്ടിലുള്ള ഒരു പോയിന്റ് ആണ്. മിശ്രഭോജനം നടത്തിയത് ആര്? മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയത്. പ്രീതി ഭോജനം നടത്തിയത് വാഗ്ബടാനന്ദനും. പന്തി ഭോജനം നടത്തിയത് തൈക്കാടയ്യയും സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം, സമം. ഓക്കെ, അപ്പൊ സമപന്തി ഭോജനം. അതുപോലെ തന്നെ സമത്വ സമാജം സ്ഥാപിച്ചത് ആര് എന്ന് ചോദ്യം വന്നാലും ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആര് എന്ന് ചോദിച്ചാലും വൈകുണ്ഠ സ്വാമികളെയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദ്യം വന്നാലും അത് വൈകുണ്ഠ സ്വാമികളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ മിശ്രഭോജനം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഓണത്തോട് അനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ നടക്കുന്ന ആഘോഷമാണ് അത്തച്ചമയം. ഏതാണ്? അത്തച്ചമയമാണ്. ഓണത്തോട് അനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ നടക്കുന്ന ആഘോഷമാണ് അത്തച്ചമയം. പഠിച്ചു വെച്ചോ, ഏതാണ്? അത്തച്ചമയമാണ്. അപ്പൊ ഓണത്തിന്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടു വാണിടും കാലം എന്ന ഓണപ്പാട്ട് ജനകീയമാക്കിയത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. കേരളത്തിന്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് പട്ടം താണുപിള്ളയാണ്. മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ള. എപ്പോഴാണ്? 1961. വർഷം പഠിച്ചു വെക്കണം. 1961 സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ചത്. വർഷം ചിലപ്പോൾ ചോദിക്കും. 1961. ആ സമയത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ആരെന്ന് ചോദ്യം വന്നാൽ അത് പട്ടം താണുപിള്ള. പിന്നെ എത്ര മുതൽ എത്ര വരെയാണ് ഓണം? ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ ചതയം നാൾ വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഓണം. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ ചതയം നാൾ വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്നു. എത്രയാണ്? 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഓണം. അപ്പൊ ഓണത്തെ പറ്റി ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അടുത്തത് നോക്കാം.
എല്ലാ വർഷവും മേടമാസം 1-ാം തീയതി ആഘോഷിക്കുന്ന ഉത്സവം ഏതാണ്? എല്ലാ വർഷവും മേടമാസം 1-ാം തീയതി ആഘോഷിക്കുന്ന ഉത്സവമാണ് വിഷു. ഓക്കെ, മേടമാസം 1-ാം തീയതിയാണ്. മേടമാസം 1-ാം തീയതി ആഘോഷിക്കുന്ന ഉത്സവമാണ് വിഷു. പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത്, ചോദ്യം വരുവേ, യുനെസ്കോ വിശേഷിപ്പിച്ചതാണ്. അത് തൃശ്ശൂർ പൂരത്തെയാണ്. തൃശ്ശൂർ പൂരത്തെ മേടമാസത്തിലെ പൂരം നാളിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. മേടമാസത്തിലെ പൂരം നാളിൽ. ഓക്കെ, ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ് അല്ലേ? ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതൊക്കെ ഏതാണ്? തൃശ്ശൂരാണ്. അപ്പൊ അറിഞ്ഞു വെക്കുക, പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചതാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അത് തൃശ്ശൂർ പൂരത്തെയാണ്. തൃശ്ശൂർ പൂരം എപ്പോഴാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ മേടമാസത്തിലെ പൂരം നാളിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. അപ്പൊ അറിഞ്ഞു വെക്കുക, യുനെസ്കോ എന്താണ് പറഞ്ഞത്? പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം. അപ്പൊ ഇതും ഒന്ന് അറിഞ്ഞു വെച്ചോ, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും. എന്താണ് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്ന് ചിലപ്പോൾ ചോദ്യം വരും. അപ്പോഴും അറിയണം, പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്നാണ് യുനെസ്കോ വിശേഷിപ്പിച്ചത്. അല്ലെങ്കിൽ ആര് വിശേഷിപ്പിച്ചു എന്ന് ചോദ്യം വന്നാൽ യുനെസ്കോ വിശേഷിപ്പിച്ചതാണ്. ഓക്കെ, എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പമ്പ തീരത്ത് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം ഏതാണ്? മാരാമൺ കൺവെൻഷൻ ആണ്. 1895 ഇത് ആരംഭിച്ചത്. അപ്പൊ ആരംഭിച്ച വർഷവും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ്. ഫെബ്രുവരി മാസം. ഓക്കെ, ഫെബ്രുവരി മാസത്തിൽ പമ്പ തീരത്ത്, ഏതിന്റെ തീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ പമ്പയുടെ തീരത്താണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പ. അതുപോലെ തന്നെ കേരളത്തിന്റെ പുണ്യ നദി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദിയാണ് പമ്പ. ഓക്കെ, അപ്പൊ പമ്പ തീരത്താണ് എന്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം നടക്കുന്നത്. ഏതാണ്? മാരാമൺ കൺവെൻഷൻ. ഇത് എപ്പോഴാണ് ആരംഭിച്ചത് എന്ന് ചോദ്യം വന്നാൽ 1895. അപ്പൊ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ്. ഏതിന്റെ തീരത്താണ്? പമ്പ നദിയുടെ തീരത്താണ് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം ഏതെന്ന് ചോദ്യം വന്നാൽ മാരാമൺ കൺവെൻഷൻ. അത് പമ്പ നദിയുടെ തീരത്താണ്. ഫെബ്രുവരി മാസത്തിലാണ് നടക്കുന്നത്. ഇത് ആരംഭിച്ച വർഷം ഏതെന്ന് ഒരു പക്ഷേ ചോദ്യം വന്നാൽ 1895. കേരളത്തിൽ കൊയ്ത്തിനു ശേഷം രണ്ടാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിൽ കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുണ്ട്. ഇത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. കേരളത്തിൽ കൊയ്ത്തിനു ശേഷം രണ്ടാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിൽ കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ എല്ലാ വർഷവും മേടമാസം 1-ാം തീയതിയാണ്. മേടമാസം 1-ാം തീയതിയാണ് എന്ത് നടക്കുന്നത്? വിഷു ആഘോഷിക്കുന്ന ഉത്സവമാണ് വിഷു. എന്താണ്? പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനാണ്? തൃശ്ശൂർ പൂരത്തെയാണ്. തൃശ്ശൂർ പൂരത്തെയാണ് വിശേഷിപ്പിച്ചത്. എപ്പോഴാണ് നടക്കുന്നത്? മേടമാസത്തിലെ പൂരം നാളിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പമ്പ തീരത്ത്, ഏതിന്റെ തീരത്താണെന്ന് പഠിച്ചു വെച്ചോ. ഭാരതപ്പുഴ ഓപ്ഷനിലുണ്ടാവും, പെരിയാർ ഓപ്ഷനിലുണ്ടാവും. അപ്പൊ പഠിച്ചു വെച്ചോ, പമ്പയുടെ തീരത്താണ് ഏതാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. ഇത് ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1895. ഓക്കെ, കേരളത്തിൽ കൊയ്ത്തിനു ശേഷം രണ്ടാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിൽ കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുണ്ട്. അത് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഇത്ര പോയിന്റ്സ് ഏകദേശം ക്ലിയർ ആയല്ലോ. ഒരു വട്ടം കൂടെ നമുക്ക് എല്ലാ പോയിന്റ്സും ഒന്ന് ഓടിച്ചു വരാം. ഈ PDF വേണ്ടവർ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൽ നമ്മൾ ഈ PDF അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്നതിന് സാക്ഷരതാ മിഷന്റെ പദ്ധതി ചങ്ങാതിയാണ്. സാക്ഷരതാ മിഷന്റെ ചങ്ങാതി. അനന്യ മലയാളം നടപ്പിലാക്കുന്ന ആരാണ്? മലയാള മിഷനാണ്. സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാളം മിഷൻ നടപ്പിലാക്കുന്നതാണ് അനന്യ മലയാളം. ഇനി ഈ ചങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ ഹമാരി മലയാളം, പുസ്തകത്തിന്റെ പേര് ചോദിക്കും. ഹമാരി മലയാളം. ഹമാരി മലയാളം. ഓക്കെ, അപ്പൊ അതും കിട്ടും. പിന്നെ അനന്യ മലയാളം മാറിപ്പോരുത്. അനന്യ മലയാളം ചങ്ങാതി മാറിപ്പോരുത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം അസമാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ്. ജനസാന്ദ്രതയിൽ 2-ാം സ്ഥാനത്തുള്ളത് പശ്ചിമ ബംഗാളും 3-ാം സ്ഥാനം പഠിക്കണം, അത് നമ്മുടെ കേരളമാണ്. ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണ്. കേരളത്തിലെ ആഘോഷങ്ങൾ, കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ ചതയം നാൾ വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്നു. അത് നമ്മൾ പഠിച്ചു അല്ലെ? കേരളത്തിന്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. പട്ടം താണുപിള്ള 1961 ഓണത്തിന്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടു വാണിടും കാലം എന്ന ഓണപ്പാട്ട് ജനകീയമാക്കിയത് സഹോദരൻ അയ്യപ്പനാണ്. മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. ഓണത്തോട് അനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ നടക്കുന്ന ആഘോഷമാണ് അത്തച്ചമയം. പഠിച്ചു വെക്കണേ, അത്തച്ചമയം. എല്ലാ വർഷവും മേടമാസം 1-ാം തീയതി ആഘോഷിക്കുന്ന ഉത്സവമാണ് വിഷു.
പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശ്ശൂർ പൂരത്തെയാണ്. മേടമാസത്തിലെ പൂരം നാളിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പമ്പാ തീരത്ത്, ഫെബ്രുവരി മാസത്തിലാണ് പമ്പയുടെ തീരത്താണ് നടക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് മാരാമൻ കൺവെൻഷൻ. 1895 ഇത് ആരംഭിച്ചത്. കേരളത്തിൽ കൊയ്ത്തിനു ശേഷം രണ്ടാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിൽ കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുണ്ട്. ഇത്രയും പോയിന്റ്സ് ആണ് ഈ പാഠഭാഗത്ത് നിന്നും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഏകദേശം മുഴുവൻ പോയിന്റ്സും PSCയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, ഇനി വരുന്ന ക്ലാസ്സുകളും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കാൻ തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്